ഇടുക്കിയിലെ സാഹചര്യം പരിശോധിക്കാൻ കനത്ത മഴയിൽ ഇടുക്കി ഉപ്പുതറയിൽ പെരിയാർ കരകവിഞ്ഞൊഴുകുകയാണ്. രാഹുൽ സുരേഷ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. രാഹുൽ, ചെറുതും വലുതുമായ നിരവധി ഉരുൾപൊട്ടലുകൾ നമ്മൾ അവിടെ കണ്ടു. ഇപ്പോഴിതാ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഉപ്പുതറയിൽ നിന്നുള്ളതാണ്. അവിടെ നിലവിലെ സാഹചര്യം എന്താണ്? പെരിയാർ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. ഇരു കരകളിലും നിരവധി വീടുകളുള്ളതാണ്. ആശങ്കപ്പെടുത്തുന്നൊരവസ്ഥയുണ്ടോ? എന്താണ് രാഹുൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വിനീത, പെരിയാർ ഇപ്പോഴും കരകവിഞ്ഞൊഴുകുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും എത്രത്തോളമാണ് ആ കരകവിഞ്ഞൊഴുകുന്നതിൻ്റെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉപ്പുതറയിലാണ് നമ്മളുള്ളത്. ഉപ്പുതറ പാളത്തിൽ നിന്ന് നിൽക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്. സാധാരണ മുല്ലപ്പെരിയാർ ഡാം തുറന്നു വിടുമ്പോഴാണ് ഈ കാണുന്ന പോലെയൊക്കെ വെള്ളം ഇവിടെ ഉയരാറ്. പക്ഷേ ഇപ്പോൾ വലിയ രീതിയിൽ വെള്ളം ഉയർന്നിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ രാവിലെ നമ്മൾ 6 മണിക്ക് റിപ്പോർട്ട് ചെയ്ത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അല്പം വെള്ളം താഴ്ന്നിട്ടുണ്ട്. പക്ഷേ വീടുകളിലെല്ലാം തന്നെ കയറിയിരിക്കുന്ന വെള്ളം പൂർണ്ണമായും ഇതുവരെയും ഇറങ്ങിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പെരിയാറിൻ്റെ തീരത്ത് താഴ്ന്ന മേഖലകളിൽ ഇഷ്ടം പോലെ വീടുകളുണ്ട്. ആ വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. പൂർണ്ണമായും വെള്ളം ഇറങ്ങിയിട്ടില്ല. വെള്ളം ഇറങ്ങിയ വീടുകളിൽ ഇപ്പോൾ ഈ ചെളി ഉൾപ്പെടെ മാറ്റിക്കൊണ്ടുള്ള ക്ലീനിങ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതേസമയം ശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. അത് ഉപ്പുതറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ചപ്പാത്ത്, ഉപ്പുതറ, വണ്ടിപ്പെരിയാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും ശക്തമായിട്ടുള്ള മഴ തുടരുന്നുണ്ട്. ഈ മേഖലകളിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ കാണുന്ന പോലെ തന്നെ പെരിയാറിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്യും. ആ കാണുന്ന മേഖലകളിൽ, ആ കാണുന്ന ഭാഗത്തൊക്കെ കുറേയധികം വീടുകൾ താഴ്ന്ന മേഖലയിലുണ്ട്. അപ്പോൾ ആ വീടുകളിലേക്ക് താഴ്ഭാഗത്ത് ഇപ്പോഴും വെള്ളം കയറിയിട്ടുണ്ട്. അത് ഉപ്പുതറ ടൗൺ ആണ് ആ കാണുന്നത്. അപ്പോൾ ആ ടൗണിൻ്റെ താഴ്ന്ന മേഖലയിലുള്ള കടകളിലും വീടുകളിലും എല്ലാം തന്നെ ഇപ്പോഴും വെള്ളം കയറിയിട്ടുണ്ട്. ആ വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. ഇതിപ്പോൾ ഈ മലയോര മേഖലകളിൽ മഴ പെയ്യുകയും ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ വെള്ളപ്പൊക്കത്തിന് കാരണമെന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എത്രയിടത്ത് ഇടുക്കിയിൽ മാത്രം ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. 2 ഇടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന ഒരു പ്രാഥമിക വിവരമുണ്ട്. പക്ഷേ എവിടെയൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നത് സ്ഥിരീകരിക്കാൻ ജില്ലാ ഭരണകൂടത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതിന് കുറച്ച് സമയം കൂടി എടുക്കും എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. അതേസമയം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം, മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി കൂടുതൽ ഉയർത്താൻ പോകുകയാണ്. 1.5 മീറ്റർ ഉയർത്തിക്കൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കും എന്നതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തൊടുപുഴ, മൂവാറ്റുപുഴ നദികളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ഈ മൂവാറ്റുപുഴയുടെയും തൊടുപുഴയുടെയും തീരത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ കല്ലാർകുട്ടി, പാമ്പള ഡാമുകളുടെ ഷട്ടർ ഉയർത്തിക്കൊണ്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അത് അവിടെയും പെരിയാറിൻ്റെ തീരത്ത് ജാഗ്രത നൽകിയിട്ടുണ്ട്. നേരുമംഗലത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ തീരദേശത്ത് വസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, നെടുങ്കണ്ടത്തിന് സമീപമുള്ള കല്ലാർ ഡാമും ഉടൻ തന്നെ തുറക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇരട്ടയാറിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന കാര്യം കൂടി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. സാധാരണ ഈ രാത്രി സമയങ്ങളിൽ മഴ പെയ്ത് ഇത്തരത്തിൽ വലിയ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ പിറ്റേ ദിവസം മഴ മാറി നിൽക്കുന്നതാണ്. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ അത്തരത്തിലുള്ള കാഴ്ചകളാണ് കണ്ടതെങ്കിൽ ഇത്തവണ മറിച്ചാണ് സാഹചര്യം. ഇന്നലെ രാത്രിയിൽ അതിശക്തമായ മഴ പെയ്തിട്ടും ഇന്നും തോരാ മഴ തുടരുകയാണ്. അതിൻ്റെ ശക്തി കൂടിയും കുറഞ്ഞും നിൽക്കുന്നതല്ലാതെ പൂർണ്ണമായും മഴ തോരുന്ന ഒരു സാഹചര്യം ഇന്ന് ജില്ലയിൽ ഉണ്ടായിട്ടില്ല. ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും മഴ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേര സമയത്ത് മഴ ശക്തമാവുകയാണെങ്കിൽ രാത്രിയിൽ ഒരുപക്ഷെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. വിനീത, ശരി രാഹുൽ, ജാഗ്രത പാലിക്കുക. ഇടുക്കിയിൽ പലയിടത്തും വെള്ളം പൊങ്ങിയിട്ടുണ്ട്. കല്ലാർ ഡാമും തുറക്കും. തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഇതാണ് പെരിയാർ കരകവിഞ്ഞൊഴുകിയിരിക്കുന്ന നില. ഉപ്പുതറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് രാഹുൽ സുരേഷ് പങ്കുവച്ചത്.